NMSM ഗവൺമെൻറ് കോളേജിലെ മലയാള വിഭാഗ മേധാവി, വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ, NSS വയനാട് ജില്ലാ കോർഡിനേറ്റർ, അങ്ങനെ ഒട്ടേറെ പദവികളുള്ള അധ്യാപകൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. സർ, സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈയിടെ നമ്മുടെ NMSMന്റെ NSS യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസറിന്ന് സാറിപ്പോൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് NSS? അതിൽ ഇവിടെ ദത്തിഗ്രാമമായിട്ടുള്ള പടപുരം കോളനിക്ക് ഒരുപാട് കാര്യങ്ങൾ NSS ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് NSS കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ദത്തിഗ്രാമം എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ NSSലേക്ക് NSS വോളണ്ടിയറായി തന്നെ എൻ്റെ പഠനകാലത്ത് ജോയിൻ ചെയ്ത ആളാണ്. പിന്നീട് അധ്യാപകനായ സമയത്ത് ഞാൻ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിൽ NSS പ്രോഗ്രാം ഓഫീസർ ആവാൻ എനിക്കൊരു അവസരം കിട്ടിയില്ല. കാരണം ഞാനൊരു 1.5 മാസമേ ഹയർ സെക്കൻഡറി ജോലി ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് വന്നപ്പോൾ അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിലാണ് ആദ്യം ജോയിൻ ചെയ്തത്. അവിടുത്തെ NSSൻ്റെ പ്രവർത്തനങ്ങൾ ഞാനിങ്ങനെ നോക്കിക്കാണുകയും അവിടുത്തെ NSSൻ്റെ കൂടെ ഞാൻ 1 വർഷം ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പല പ്രവർത്തനങ്ങളും അവരുടെ കൂടെ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് NMSMലേക്ക് വരികയും ഇവിടുത്തെ NSS പ്രോഗ്രാം ഓഫീസറായി ചുമതലയേൽക്കുകയും ചെയ്തത്. 3 വർഷം NSS പ്രോഗ്രാം ഓഫീസറായിരുന്നു. NSSൻ്റെ മോട്ടോ പോലെ തന്നെയാണ് NSSൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നോട്ട് മീ ബട്ട് യു എന്ന് പറയുന്നത് തന്നെയാണ് NSSൻ്റെ ഓരോ പ്രവർത്തനവും. അപ്പോൾ എന്താണ് ഒരു ജില്ലാ കോർഡിനേറ്ററുടെ ചുമതലകൾ, അല്ലെങ്കിൽ എത്ര കാലമാണ് ഒരാളുടെ കാലാവധി? ജില്ലാ കോർഡിനേറ്റർ എന്ന് പറയുന്നത് 3 വർഷ കാലാവധിയുള്ള ഒരു പോസ്റ്റാണ് ജില്ലാ കോർഡിനേറ്റർ. ജില്ലാ കോർഡിനേറ്റർ ചെയ്യേണ്ടത് ജില്ലയിലെ വിവിധ യൂണിറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പുതിയ പ്രൊജക്ടുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. കൂടാതെ ഓരോ യൂണിറ്റിലേക്കും ആവശ്യമായ NSS വിഭാവനം ചെയ്യുന്ന സ്റ്റേറ്റ് സെൽ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായ യൂണിറ്റുകളിലേക്ക് അറിയിച്ച് ആ പ്രവർത്തന പുരോഗതി പരിശോധിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ തന്നെ ഇപ്പൊ നമുക്ക് 2 NSS യൂണിറ്റ് ഉണ്ട്. നമ്മുടെ മുരളി സാറും ബിനീഷ് ടീച്ചറുമാണ് ചാർജ്. ഞാനൊരു ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വീക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് അതിന്റെ ഭംഗിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റ് കോളേജുകളിലും ഇതേ വിധത്തിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. അത് വിലയിരുത്തുകയും ഡിസ്ട്രിക്ട് കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാവുകയും പിന്നീട് നമുക്ക് ഇത് യൂണിവേഴ്സിറ്റി തലത്തിൽ ഇത് ഡിസ്കഷൻ നടക്കുകയും സ്റ്റേറ്റ് സെല്ലിൽ അറിയിക്കുകയും ചെയ്യുക. അറിയിക്കുക മീൻസ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരു ചുമതലയാണ് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററിന് ഉള്ളത്. കൂടാതെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആയിരിക്കും നമ്മളുടെ പല വിധത്തിലുള്ള നമ്മളുടെ ഭരണ സംവിധാനങ്ങൾക്ക് NSS വോളണ്ടിയറിനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇല്ലെങ്കിൽ പെട്ടെന്ന് അവരിപ്പം കൽപ്പറ്റ ഏരിയയിൽ ഒരു കാര്യം ചെയ്യാനാണെങ്കിൽ NMSMലെ പിള്ളേർ തരുമോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് കൊടുക്കും. ആ രൂപത്തിൽ മുട്ടിൽ അങ്ങനെയുള്ള കുറേ കോളേജുകളെ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രാപ്തമാക്കുന്നുണ്ട്. അവരത് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കൃത്യമായി സമർപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഏകദേശം 2ാമത്തെ വർഷത്തിലാണ് ഞാൻ ജില്ലാ കോർഡിനേറ്റർ ആയിട്ട്. ഒരു വർഷം കൂടെ വയനാട് ജില്ലക്ക് സാറിന് ഒരു ജില്ലാ കോർഡിനേറ്റർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ സാറ് പറഞ്ഞ ക്ലീനിങ് പലരുടെയും ഒരു തെറ്റിദ്ധാരണ, ഈ വൃത്തിയാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു 100 പേർ, ഇങ്ങനെയാണോ ശരിക്കും NSS ക്ലീനിങ് തൊഴിലാളികളുടെ സംഘടനയൊന്നുമല്ല. അത് ശരിക്കുണ്ടല്ലോ, ഇത് ഒരു വിദ്യാഭ്യാസ സംഘടനയാണ്. വിദ്യാഭ്യാസവുമായി ചേർന്ന് നിൽക്കേണ്ട ഒന്നാണ്. ഇതിലൂടെ നമ്മൾ നടത്തുന്നത് യഥാർത്ഥത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റോട് വെച്ചുകൊണ്ടുള്ള ഒരു പഠനം തന്നെയാണ്. നമ്മളിപ്പം നമ്മുടെ പടപുര ഉന്നതിയിൽ നമ്മൾ ചെല്ലുന്നു. അവിടെയുള്ള ജനങ്ങളെ നമ്മൾ അടുത്തറിയുന്നു. അവിടെ എത്ര പേർക്ക് വിദ്യാഭ്യാസം ഇല്ല, അവിടെ എത്ര പേർക്ക് തൊഴിൽ രഹിതരായിട്ടുണ്ട്, അവിടെ എത്ര മുതിർന്നവരുണ്ട്, അവിടെ എത്ര കുഞ്ഞുങ്ങളുണ്ട്, അവിടെ എത്ര കുടുംബങ്ങളുണ്ട്. ഇങ്ങനെ കൂടുതലായുള്ള അന്വേഷണങ്ങളൊക്കെ ഇതിന്റെ വഴിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഒരു സ്ഥാപനമാകുമ്പോൾ, നമ്മുടെ ഒരു സ്ഥാപനം ആകുമ്പോൾ NSSന്റെ സേവനം അവർ ഉപയോഗിക്കുന്ന പലതരത്തിലായിരിക്കും. അതിലൊന്നു മാത്രമാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങള് ഇതൊരു പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്നാണ് ഒരു വിഭാവനം ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് മാലിന്യം കണ്ടാൽ അത് എടുത്തു മാറ്റേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും NSS വോളണ്ടിയർക്ക് ആണ്. അയാളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പം ആ രൂപത്തിലേ ഇതിനെ കാണാവുള്ളൂ. അതെ, മാറിയിട്ടുണ്ടാവും. പിന്നെ കുട്ടികൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഓരോ പിഒയും ഏൽപ്പിക്കാൻ പാടുള്ളൂ. ഇപ്പം ഇവിടെ കൊത്തിപ്പറിച്ച് നിങ്ങളോട് എന്താ പറയാ, ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശം കൊത്തിപ്പറിച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്ത് ചെയ്യുക, കുറച്ച് സമയങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു 5-6 ദിവസത്തേക്ക് അത് ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക. ആ ഷെഡ്യൂൾ ചെയ്യുന്നതിനനുസരിച്ചാണെങ്കിൽ നിങ്ങൾ അത് ആസ്വദിച്ച് ചെയ്യുള്ളൂ. നിങ്ങൾ മടുക്കില്ല. ഇപ്പൊ തന്നെ എനിക്കൊരു പൂന്തോട്ടം സെറ്റ് ചെയ്ത് തരണം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇത് ക്യാമ്പസ് മൊത്തം ക്ലീൻ ആക്കി തരണം എന്ന് പറയുന്നതോ ഒന്നുമല്ല.
സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഉണ്ടാവേണ്ട പരിസ്ഥിതി ബോധം, സൗഹൃദം, സാമൂഹിക ബോധം ഇതെല്ലാം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസം കൂടിയാണ് NSS എന്ന് പറയുന്നത്. NMSMനെ സംബന്ധിച്ച് ഇവിടെ എന്താ ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. NIC RD ക്യാമ്പിലേക്ക് കേരളത്തെ പ്രതിനിധീകരിച്ച് NMSMലെ പ്രത്യേകിച്ച് സാറ് നയിച്ച ഒരു യൂണിറ്റിലെ രണ്ടുപേരെ സെലക്ട് ചെയ്യാനും അതിൽ ഒരാൾക്ക് അവിടെ എത്താനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് സാറിന്റെ PRD NIC എന്നൊക്കെ പറയുന്നത് NSSന്റെ വോളണ്ടിയേഴ്സിനുള്ള സേവനങ്ങൾക്ക് കിട്ടുന്ന ഒരു ബഹുമതി കൂടിയാണ്. NSS വോളണ്ടിയേഴ്സിന്റെ ഒരു പങ്കാളിത്തം ഉണ്ടാവുക, അത് കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുക, അതിനൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന സാധ്യത അവർ NSSൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് കിട്ടുന്ന ഒരു ബഹുമതിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് അന്ന് സെലക്ഷൻ കിട്ടി, പക്ഷെ എന്താണ് യൂണിവേഴ്സിറ്റി സെലക്ഷനിൽ റാങ്കിൽ വരുന്നവർക്ക് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അത് കിട്ടുള്ളൂ. അതിന് പല ഈ രണ്ടെണ്ണത്തിനും പല ഘട്ടങ്ങളുണ്ട് കേട്ടോ. ഇന്റർവ്യൂകളുണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷനുകളുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് അതിൽ മികവ് പ്രകടിപ്പിക്കുന്നവർക്ക് മാത്രമാണ്. ഇതെല്ലാം വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അതല്ലാതെ കുറച്ച് കുട്ടികളെ വിളിച്ച് വിടുന്ന ഒരു പരിപാടിയൊന്നുമല്ല. ഇപ്പോൾ ഈ ഒരു കാലത്ത് ഇതൊക്കെ വളരെ ട്രാൻസ്പാരന്റ് ആണ് എന്നുകൂടി അറിയാം. അപ്പോൾ ശരിക്കും അർഹതപ്പെട്ടതാരോ അവർക്കത് ലഭ്യമാകട്ടെ, അവർക്ക് അതിനുള്ള സാധ്യതയുണ്ടാവട്ടെ എന്നതാണ്. ഞാൻ തീർത്തും സംതൃപ്തനാണ്. കാരണം എൻ്റെ 9ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ പഠനം മുടങ്ങിപ്പോയതാണ്. അത് ജീവിതത്തിലെ കുറെ സാഹചര്യങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയതാണ്. പക്ഷെ എന്നെ തേടി ഒരു സാറ് വരികയും ആ സാറ് തിരിച്ച് സ്കൂളിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തതാണ്. അപ്പോഴത്തേക്കും ഒരു 2 ടൈമൊക്കെ കഴിഞ്ഞു പോയായിരുന്നു. സാർ എന്നോട് പറഞ്ഞു വരണമെന്ന് പറഞ്ഞു. ഞാൻ പോയി. അവർ ഒറ്റ ടൈമിന്റെ പരീക്ഷ കൊണ്ടാണ് ഞാൻ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലേക്ക് പോയത്. അന്ന് തന്നെ ഞാൻ മാർക്ക് ചെയ്ത ഒരു പോയിന്റ് അതാണ്. ഒരാളെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിക്കാൻ കഴിയുന്നത് ഒരു അധ്യാപകനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെ ഒരാൾ എന്നെ തേടി വന്നല്ലോ, ആ തേടി വന്ന ആൾക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് പ്രാധാന്യം കരുതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അന്നേ എന്റെ മനസ്സിൽ മാർക്ക് ചെയ്താണ് ഞാൻ അധ്യാപകനാണ്. അപ്പോ സാർ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയതുപോലെ സാറിന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന് സ്വാധീനം കൊണ്ടുവന്ന ഒരു അധ്യാപകൻ, അതുപോലെ ഈ കോളേജിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയവരും ഇപ്പൊ നിലവിൽ പഠിക്കുന്നവരും ആയിട്ടുള്ള മനസ്സിലേക്ക് സ്വാധീനം കൊണ്ടുപോകാനും അവരുടെയൊക്കെ മനസ്സിലൊരു പ്രിയങ്കരൻ എന്നുള്ള ഒരു സ്ഥാനം നേടാനും സാറിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ ഇന്റർവ്യൂവിൽ തന്നെ എത്ര മനോഹരമായിട്ട് എത്രത്തോളം സഹകരണത്തോടെയാണ് സാർ നമ്മളോട് സംസാരിച്ചതെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോ ഈ ഒരു സന്തോഷത്തോടെ ഈ ഒരു പോസ്റ്റ് കഴിഞ്ഞാലും സാർക്ക് സന്തോഷപരമായിട്ട് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. താങ്ക് യു സർ. താങ്ക് യു.